നീ അങ്ങോട്ട് നോക്കി. ശ്രീ അരുൺകുമാർ, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ ജനവികാരമുണ്ട് എന്ന് പാർട്ടി മനസ്സിലാക്കുന്നുണ്ടോ? അതിലൊരു അദ്ദേഹത്തിന്റെ രീതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടോ? അതുപോലെ തന്നെ ഭരണത്തെ നയിക്കുന്നയാളെന്ന നിലയിൽ അദ്ദേഹം ഭരിക്കുമ്പോൾ പാർട്ടിക്ക് നേരിട്ട ഈ തിരിച്ചടിയെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും വിശദീകരണം ഈ 3 ദിവസത്തെ വിശകലന യോഗങ്ങളിൽ നൽകിയിട്ടുണ്ടോ? എങ്കിലത് അറിഞ്ഞിട്ടേ ഞങ്ങളും പോകുന്നുള്ളൂ. നമുക്കറിയാം, കേരളത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് സഖാവ് പിണറായി വിജയൻ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ശൈലി മുന്നോട്ട് പോകും. ഗവൺമെന്റ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയുമായി മുന്നോട്ട് പോകും. പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിൽ ഏറെ ജനപ്രിയനാണ് എന്നാണ്, ശരിയല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി നടപ്പാക്കി ഒരു നവകേരളം നിർമ്മിക്കുക എന്ന ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മുന്നേറും. വിശകലന യോഗങ്ങളിലെ വിലയിരുത്തൽ. അപ്പോൾ ശ്രീ അരുൺകുമാർ, ഈ മുൻഗണന നിശ്ചയിക്കുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. അതുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകുന്നതിനേക്കാൾ മുൻഗണന കേരളീയത്തിന് നൽകി. അങ്ങനെ പറയരുത്. അരുൺകുമാർ, എന്റെ ചോദ്യം, സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പോയോ? മുൻഗണനാ പട്ടികയിൽ ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ്. ഇല്ല, ഒരിക്കലുമില്ല. മുൻഗണനാ പട്ടികയിൽ ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ്. ഇല്ല, ഒരിക്കലുമില്ല. വെരി ഗുഡ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ജനവിരുദ്ധ വികാരമുണ്ട് എന്ന് CPM കരുതുന്നില്ല. 2, ക്ഷേമ പെൻഷൻ പോലുള്ള വിഷയങ്ങൾ അത് ബാധിച്ചിട്ടുണ്ടാവാം, പക്ഷെ അതിനെ അത്ര വലിയൊരു വിഷയമായി ജനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു. സെക്രട്ടറിയുടെ പ്രസ്താവനയെ കുറിച്ചാണ് മുഖ്യമന്ത്രിയും മുഴുവൻ ക്യാബിനറ്റും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ തെറ്റിദ്ധാരണ നീക്കാൻ യാത്ര ചെയ്തു. എന്നിട്ട് ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയില്ല എന്ന് മാത്രമല്ല, ഞെരുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിക്ക് അവർ കൂടുതൽ വോട്ട് ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തിയെന്ന് പറഞ്ഞു. ഇത്രയും വലിയ പാർട്ടി സംവിധാനം ഉപയോഗിച്ചിട്ടും അത് വ്യാജമായ ആരോപണമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധം പറയാൻ പാർട്ടിക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതൊന്നും എനിക്കറിയാൻ മേല. പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതാണ് വിപ്ലവം. ആ വിപ്ലവത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ചെല്ലാനത്ത് കടൽ കയറ്റം ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി തന്നെയാണെന്ന് സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ക്ഷേമ പെൻഷൻ ഔദാര്യമാണ് എന്ന് പറയുന്നത് പോലെ കടൽ ഭിത്തി കെട്ടുന്നത് ഔദാര്യമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് എന്ന പേരിലാണല്ലോ ഇപ്പൊ വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടുകയാണ്. എന്തായാലും ക്ഷേമ പെൻഷൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടാതെ നടക്കില്ല. അപ്പൊ പിന്നെ ഈ സെസ് പിരിക്കുന്നത് എന്തിനാണ്? അത് നിർത്തി ആ ആശ്വാസമെങ്കിലും ജനങ്ങൾക്ക് കൊടുത്തുകൂടെ? ജനം സർക്കാരിനെതിരെ തിരിഞ്ഞത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന